അക്ഷയന്റെ കുട്ടിക്കാലത്തെ പറ്റി പറയുന്ന രസകരമായ പല സംഭവങ്ങളുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് അക്ഷയ് ചെറുപ്പത്തിൽ കോയമ്പത്തൂരാണ് താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ചെല്ലാറുണ്ട്. ഞങ്ങൾ ചെല്ലുന്ന ഡേറ്റിൽ അഭിഷേക് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് റോഡിൽ നിൽക്കാറുണ്ട്. അപ്പൊ നിങ്ങളോർക്ക് ഞങ്ങളെ കാണാനുള്ള കൊതി കൊണ്ടായിരിക്കും അഭിഷേക് വെയിറ്റ് ചെയ്യുന്നത്. അല്ല, ഞങ്ങൾ കൊണ്ടുവരുന്ന ആ ബോക്സ് അതിനകത്ത് സ്നാക്സ് കഴിക്കാൻ വേണ്ടിയാണ് അഭിഷേക് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അഭിഷേക് ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. ഞാനും അഭിഷേക് ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്തു. ബസ്സിൽ കയറുന്നത് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. അഭിഷേക് സീറ്റിട്ട് ഞാൻ കുറച്ച് ബാഗിരുന്നു. അപ്പൊ ബസ് വിട്ട് കഴിഞ്ഞപ്പോൾ അഭിഷേക് അവിടെ ഭയങ്കര ലൗഡിലായിട്ട് വിളിച്ചു പറഞ്ഞു. ബസ്സിൽ നിന്ന് ആൾക്കാർ മുഴുവൻ കേട്ടു. ഇനി എന്റെ ഈ വൃക്ഷങ്ങളും ഷോപ്പുകളും എല്ലാം ഭയങ്കര സ്പീഡിൽ ബൈക്കിലോട്ട് ഓടുന്നു. അതിന്റെ ഒരു മെമ്മറിയിലുള്ളൊരു വലിയൊരു കാര്യം. അമ്മയുടെ ചേച്ചിയാണ് അറിയാം. ചെറുപ്പത്തിൽ അമ്മയ്ക്ക് ചികിത്സാ സമയത്തൊക്കെ ഇവരൊക്കെയാണ് കുറെ പേര്. ഞാൻ പലയിടത്തും നിന്നിട്ടുണ്ട്. അമ്മയുടെ ചേച്ചിയാണ്. എന്റെ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പിന്നെ ഞാനങ്ങനെ കത്തുകളൊന്നും എഴുതാറില്ല. അമ്മയ്ക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്. എന്റെ ഒരു വിശ്വാസത്തിലാണെങ്കിൽ ഇത് ആദ്യത്തെയും അവസാനത്തെയും ആയിരിക്കും. ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. മൈ ഡിയർ അമ്മ, അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. ഞാൻ അങ്ങനെ ലെറ്റർ ഒന്നും എഴുതാറില്ലെന്ന് അറിയാലോ. അമ്മയുടെ പേര് പറഞ്ഞ് ഞാൻ എവിടെ സെൻഡ് അടിക്കാറുമില്ല എന്നറിയാലോ. പക്ഷെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് തന്നു. ഒരു ഹായ്, മിസ് യു, ബൈ തരാം എന്നാണ് കരുതിയത്. പക്ഷെ ഇവിടെ ഉള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞു മനസ്സ് തുറന്ന് എഴുതാൻ. ഇനി ഇതുപോലൊരു പ്ലാറ്റ്ഫോം എന്നെ പോലെ ഒരാൾക്ക് തുറന്ന് ഒരു കത്ത് എഴുതിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇതുപോലൊരു അവസരം ചിലപ്പോൾ എനിക്ക് ഉണ്ടായില്ലെന്ന് വരും. അമ്മയുടെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എനിക്കുള്ളത് 3rd സ്റ്റാൻഡേർഡിലാണ്. അതാണ് എന്റെ അവസാനത്തെ ഓർമ്മകൾ. TV കാണുമ്പോൾ അഭിഷേക് സ്വിച്ച് ഓഫ് ദ TV ആൻഡ് ഗോ സ്റ്റഡി എന്ന് ഇംഗ്ലീഷ് പറയുന്നതും, എന്നെ സന്ധ്യാനാമം ചൊല്ലിക്കുന്നതും, എന്നെ പഠിപ്പിക്കുമ്പോൾ ചുമച്ചുകൊണ്ട് വാഷ് ബേസിൻ പോയി ചോര ഛർദ്ദിക്കുന്നതും, വയ്യാതെ വീൽ ചെയറിൽ ഹോസ്പിറ്റലിൽ പോകുന്നതും, ലാസ്റ്റ് വെള്ളത്തുണിയിൽ മൂടി വിറക് കൊണ്ട് മൂടി യാത്ര ആകുന്നതുമാണ്. ആകെയുള്ള ഓർമ്മകളിൽ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്. അമ്മ പോയതിൽ പിന്നെ എന്റെ ജീവിതം മാറി പറഞ്ഞു. പാരന്റ്സ് മീറ്റിംഗ് അമ്മമാർ വരുമ്പോൾ എന്റെ അച്ഛനാണ് വരാറ്. ലാസ്റ്റ് 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോൾ അച്ഛനോട് പാരന്റ്സ് മീറ്റിംഗിന് സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയും. അത് എനിക്ക് ആരും അമ്മയുടെ കാര്യം ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ് എല്ലാം ബാക്കിയുള്ളവരുടെ വീട്ടിൽ പോകും, പക്ഷെ ഞാൻ പോകാറില്ല. കാരണം അവരും എന്റെ വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും അറിയുമല്ലോ. ചിലപ്പോൾ സെന്റിമെന്റ്സ് കാണിക്കും. ശത്രുത കാണിച്ചാലും സെന്റിമെന്റ്സ് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. കുടുംബം എന്നത് എത്ര വിലപ്പെട്ട ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. ഒരാൾ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് മക്കൾ ഇന്ന് എനിക്ക് സുഹൃത്തുക്കളും ആയുണ്ട്. ഞാൻ എന്ന വ്യക്തി ഇന്ന് ഒരു ലഹരിക്കും അടിമയല്ലാതെ അയക്കുന്നത് അമ്മ കാരണമാണ്. അല്ലെങ്കിൽ എല്ലാവരും പറയില്ലേ, അവന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ആകില്ലായിരുന്നു എന്ന്. വെറുതെ അമ്മയ്ക്ക് ഒരു ചീത്ത പേര് വരുത്തണ്ടെന്ന് കരുതി. സാധാരണ മദേഴ്സ് ഡേക്ക് അമ്മയുടെ കൂടെയുള്ള ഫോട്ടോസ് എല്ലാവരും സ്റ്റോറിയും സ്റ്റാറ്റസും ഇടുമ്പോൾ വിഷമം തോന്നാറുണ്ട്. ഞാൻ ആ ദിവസം മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പഴയ ഫോട്ടോസേ ഉള്ളൂ. എന്റെ മനസ്സ് തുറക്കാൻ പ്രേരിപ്പിച്ച ബിഗ് ബോസിനും ലാലേട്ടനും എന്റെ ഇവിടുത്തെ സുഹൃത്തുക്കൾക്കും അമ്മയുടെ വക ഒരു താങ്ക്സ് ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു ലാലേട്ട, താങ്ക് യു ബിഗ് ബോസ്. ആകാശമറിയാതെ സൂര്യനുണരുന്നു.